ഇന്ന് നാഷണൽ ലിപ്പിഡ് ഡേയിൽ നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബി പത്മകുമാർ ഉണ്ട്. വെൽക്കം ഡോക്ടർ. ഡിസ്ലിപീഡിമിയ കൊളസ്ട്രോൾ കുറയ്ക്കണം മരുന്നുകൾ കഴിച്ച ഭേദമാവോ? കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. 1 ഭക്ഷണ ക്രമീകരണം, 2 വ്യായാമം, 3 മരുന്നുകൾ. ഈ മരുന്നുകൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് പലർക്കും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല. ഭക്ഷണ ക്രമീകരണം കൊണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞില്ല എന്ന് വരും. ഈ അവസരത്തിലാണ് സ്റ്റാറ്റിനുകൾ എന്ന് പറയുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത്. അത് കൊളസ്ട്രോളിന്റെ ഉത്പാദനത്തെ കുറയ്ക്കുന്നു. അത് ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ കഴിക്കാം. രാത്രി സമയത്താണ് ഈ കൊളസ്ട്രോളിന്റെ ഗുളികകൾ, സ്റ്റാറ്റിനുകൾ കഴിക്കേണ്ടത്. കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൊളസ്ട്രോളിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. നോർമൽ ആയിട്ടുള്ള ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽസ് ഏതാണ്? ടോട്ടൽ കൊളസ്ട്രോളിന്റെ നോർമൽ ലെവൽ 200 ആണ്. അതോടൊപ്പം തന്നെ HDL കൊളസ്ട്രോൾ, അതായത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന നല്ല കൊളസ്ട്രോൾ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60-ൽ കൂടുതലായിരിക്കണം. അപകടകാരിയായിട്ടുള്ള ചീത്ത കൊളസ്ട്രോളിന്റെ വാല്യൂ 100-ൽ താഴെ നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കോശങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന കൊഴുപ്പിന്റെ അളവെന്ന് പറയുന്നത് 150-ൽ കുറവാകുന്നതാണ് നല്ലത്. നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും എഫക്ട്സ് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കൊഴുപ്പ് ഘടകമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതായത് കോശഭിത്തിയുടെ നിർമ്മിതിക്കും അനേകം ഹോർമോണുകളുടെയും വൈറ്റമിനുകളുടെയും മറ്റും ഉത്പാദനത്തിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. അമിതമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രക്തം കട്ട പിടിക്കുവാനും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാകുവാനും സാധ്യത ഉണ്ടാക്കുന്നു. ഹൃദയധമനികളിൽ അത് പറ്റിപ്പിടിക്കുമ്പോൾ അത് ഹൃദയാഘാതം ഉണ്ടാക്കുന്നു. മസ്തിഷ്ക ധമനികളിൽ അത് പറ്റിപ്പിടിക്കുമ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന മസ്തിഷ്കാഘാതം ഉണ്ടാകുന്നു. കൈകാലുകളിലേക്കുള്ള രക്തധമനികളിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രക്തക്കട്ടകൾ കൈകാലുകളിലേക്കുള്ള രക്തപ്രവാഹം കുറച്ചിട്ട് ക്ലോഡിക്കേഷൻ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള കൈകാൽ വേദന ഉണ്ടാക്കുന്നു. അങ്ങനെ എവിടെയാണോ ഈ കൊളസ്ട്രോൾ അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന രക്തക്കട്ടകൾ ഉണ്ടാകുന്നത് അതനുസരിച്ച് സങ്കീർണതകളും ഉണ്ടാകുന്നു. ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഉണ്ടോ എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും സിമ്പിൾ ടെസ്റ്റ് ഉണ്ടോ? ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു രക്തപരിശോധനയുണ്ട്. അത് നടത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ രക്തത്തിലെ ഷുഗറും മറ്റും പരിശോധിക്കുന്നത് പോലെ ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധന നടത്തണം. അത് എല്ലാ ലാബറട്ടറികളിലും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ആശുപത്രികളിലുണ്ട്, സ്വകാര്യ ലാബറട്ടറികളിലുമെല്ലാം ഈ ലിപ്പിഡ് പ്രൊഫൈൽ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതായത് 12 മണിക്കൂർ ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ പോയിട്ടാണ് നമ്മൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധന നടത്തേണ്ടത്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ് നോക്കുന്നത്. ടോട്ടൽ കൊളസ്ട്രോൾ നോക്കും, HDL കൊളസ്ട്രോൾ നോക്കും, LDL കൊളസ്ട്രോൾ നോക്കും, ട്രൈഗ്ലിസറൈഡ് നോക്കും. ഈ 4 ഘടകങ്ങളും ഈ ലിപ്പിഡ് പ്രൊഫൈലിലൂടെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലുണ്ട് ഇല്ലേ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഡിസ്ലിപീഡിമിയ ഉള്ളവർക്ക് ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? നമ്മുടെ ലിസ്റ്റേഴ്സിന് ഒരു മെസ്സേജ് കൊടുക്കാമോ? ഡിസ്ലിപിഡിമിയ എന്ന് പറയുന്നത് രക്തത്തിലെ കൊഴുപ്പ് ഘടകങ്ങളുടെ അളവ് കൂടുന്ന അവസ്ഥയാണ്. ഭക്ഷണവും ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മരുന്നില്ലാതെ തന്നെ ഒരു നല്ല ശതമാനം ആൾക്കാരിൽ കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കും. ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, അതായത് എണ്ണ പലഹാരങ്ങൾ, മറപ്പൊരി സാധനങ്ങൾ, റെഡ് മീറ്റ് തുടങ്ങിയവ നമ്മൾ ഒഴിവാക്കണം. കൂടുതൽ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഇലക്കറികളും പച്ചക്കറികളെ നട്ട്സ് ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപകരിക്കും. ദിവസവും ഒരു 45 മിനിറ്റ്സ് എയറോബിക് എക്സസൈസ്, അതായത് നടക്കുക, സൈക്കിൾ ചവിട്ടുക, ജോഗിങ്, സ്വിമ്മിങ് തുടങ്ങിയിട്ടുള്ള എയറോബിക് എക്സസൈസ് ഡെയിലി ഒരു 45 മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കുവാനായിട്ട് ഉപകരിക്കുന്ന ലൈഫ് സ്റ്റൈൽ മാർഗങ്ങളാണ്. ഡിസ്ലിപീഡിമിയ കൊളസ്ട്രോൾ കുറയ്ക്കണം മരുന്നുകൾ കഴിച്ച ഭേദമാവോ? കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. 1 ഭക്ഷണ ക്രമീകരണം, 2 വ്യായാമം, 3 മരുന്നുകൾ. ഈ മരുന്നുകൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് പലർക്കും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല. ഭക്ഷണ ക്രമീകരണം കൊണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞില്ല എന്ന് വരും. ഈ അവസരത്തിലാണ് സ്റ്റാറ്റിനുകൾ എന്ന് പറയുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത്. അത് കൊളസ്ട്രോളിന്റെ ഉത്പാദനത്തെ കുറയ്ക്കുന്നു. അത് ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ കഴിക്കാം. രാത്രി സമയത്താണ് ഈ കൊളസ്ട്രോളിന്റെ ഗുളികകൾ, സ്റ്റാറ്റിനുകൾ കഴിക്കേണ്ടത്. കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൊളസ്ട്രോളിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. നോർമൽ ആയിട്ടുള്ള ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽസ് ഏതാണ്?
ടോട്ടൽ കൊളസ്ട്രോളിന്റെ നോർമൽ ലെവൽ 200 ആണ്. അതോടൊപ്പം തന്നെ HDL കൊളസ്ട്രോൾ, അതായത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന നല്ല കൊളസ്ട്രോൾ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60-ൽ കൂടുതലായിരിക്കണം. അപകടകാരിയായിട്ടുള്ള ചീത്ത കൊളസ്ട്രോളിന്റെ വാല്യൂ 100-ൽ താഴെ നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കോശങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന കൊഴുപ്പിന്റെ അളവെന്ന് പറയുന്നത് 150-ൽ കുറവാകുന്നതാണ് നല്ലത്. A public awareness initiative by Ipca Laboratories Limited, the makers of RX Store and RX Store Gold.